എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു തക്കാളി ഒരു സബോള എടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടൊരു സാമ്പാർ വയ്ക്കാൻ പോവാണ്. തക്കാളിയും സബോളയും നുറുക്കി കഴുകി പരിപ്പ് കഴുകിയിട്ട് കുക്കറിലിട്ട് എല്ലാം കൂടി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് അടച്ച് വിസിൽ വരുത്തിയിട്ടാണ്. അപ്പോഴേക്കും നമ്മൾ ചീഞ്ചട്ടി വെച്ച് അതിൽ കടുക് മുളക് ഉലുവ ഇട്ടിട്ട് വറുത്തതിന് ശേഷം അതിൽ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു. പിന്നെ 1/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ടെന്ന് വെച്ചാൽ മുളക് പൊടി അതിലിട്ടുണ്ടല്ലോ. പിന്നെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറിവേപ്പിൻ്റെ ഇലയിട്ട് മല്ലിത്തൈ ഇട്ടു. അങ്ങനെ നമ്മളത് തിളപ്പിക്കാൻ വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഇനി കുക്കറൊന്ന് തുറന്ന് നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ എല്ലാം വെന്തുണ്ട്. തുറന്ന് നോക്കിയപ്പോൾ അതിലൊന്നും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ലോ. ഉപ്പിടാം കേട്ടോ. ഉപ്പ് പാകത്തിനനുസരിച്ച് ഇടുക. എന്നിട്ട് നമ്മൾ ഈ തിളപ്പിച്ച് വെച്ചുള്ള പുളി പിഴിഞ്ഞ് വെച്ചുള്ള മസാലക്കൂട്ട് ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. സാമ്പാറിൻ്റെ നമ്മുടെ സാമ്പാർ റെഡിയായി. പിന്നെ നമുക്ക് വെള്ളം പാകത്തിന് ഒഴിച്ചതിന് ശേഷം അത് തിളപ്പിക്കുക, നന്നായി തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി. ഇപ്പോൾ പോരാത്ത വെള്ളം ഞാൻ അതിൽ ഒഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പാകത്തിന് വെള്ളമാക്കിയിട്ട് അത് അല്ലെങ്കിൽ ഇരുന്ന് കട്ടയാവും. നന്നായി തിളപ്പിക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി. പിന്നെ സാമ്പാർ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് നിങ്ങൾക്ക് നല്ലതാവും. ഞാനതൊന്നും ചേർക്കണില്ല. കായം ഇതിൽ ഉള്ളി ഇടണേൽ കായം ഇട്ടാൽ നല്ലതല്ല. എനിക്കത് ഇഷ്ടമല്ല. അത് കാരണം കേട്ടോ. ഞാൻ വെറൈറ്റി ഒരു സംഭവം ഉണ്ടാക്കാൻ പോയിട്ട് ചെറുകായ എടുത്തിട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ പോയിട്ട്. അപ്പോൾ ചെറുക്കായ നന്നായി നൈസാക്കി അരിഞ്ഞതിന് ശേഷം ഞാൻ അത് നന്നായി കഴുകി വെച്ചു കേട്ടോ. എന്നിട്ട് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു. ഒരു ബൗള് കുഞ്ഞി ഐസ്ക്രീം ബൗളുകൊണ്ട് ഒരു ബൗൾ വെള്ളം ഒഴിച്ചു. ആ ഉപ്പേരിക്ക് അത് വേവാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കേട്ടോ. ഇനി നമ്മൾ എല്ലാവരും ഫ്രൈ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഉള്ളിയിട്ട് അങ്ങനെ എല്ലാം ഉണ്ടാക്കണേ. ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതിങ്ങനെ അടച്ചിട്ട് ഉപ്പിട്ട് പാകത്തിനനുസരിച്ച് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വേവിച്ചതിന് ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി വലിയതിന് ശേഷം നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം മതി. പിന്നെ ലൈക്ക് ചെയ്യാനും ആദ്യം കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. അങ്ങനെ എൻ്റെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക കേട്ടോ. അത് ഞാൻ ചോറ് വിളമ്പി, ഉപ്പേരി വിളമ്പി, സാമ്പാർ, അച്ചാർ, കൊണ്ടാട്ടമുളക്. ഓക്കെ, താങ്ക് യു.